ചില ഡിഷസ് ഉണ്ട്, ഒരു ബൈറ്റ് കഴിച്ചാൽ തന്നെ യു വിൽ നോ വൈ ഇറ്റ്സ് കോൾഡ് കംഫർട്ട് ഫുഡ്. ഈ പ്രോൺസ് ബിരിയാണിയും അതിൽപ്പെട്ട ഒരാളാണ്. നല്ല ജ്യൂസി പ്രോൺസും സ്പൈസി മസാലയും പിന്നെ നമ്മളെ മലബാറുകാരുടെ ജീര റൈസും. ഉഫ്, ഓരോ ബൈറ്റും ഫുൾ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ ഒരു 250 ഗ്രാംസ് പ്രോൺസാണ് എടുത്തത്. അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി ഇതിന് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് അങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആ സെയിം പാനിൽ തന്നെ നമുക്ക് ഉള്ളി സോട്ട് ചെയ്തെടുക്കാം. ഉള്ളി വേഗം തന്നെ കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ആദ്യം തന്നെ ചേർത്ത് കൊടുക്കും. ഉള്ളി നല്ലോണം സോഫ്റ്റായി വന്നാൽ നമുക്ക് പച്ചമസാലയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതൊരു 2 മിനിറ്റ് റോസ്റ്റ് ചെയ്തതിന് ശേഷം തക്കാളി ഇട്ട് മിക്സാക്കി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മൂടിയിട്ട് ഒരു 5 to 10 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കുക. കുക്കായിൽ നേരത്തെ പൊരിച്ച് വെച്ച പ്രോൺസും കുറച്ച് മല്ലിച്ചപ്പും പിന്നെ കുറച്ച് ഫ്രൈഡ് അനിയൻസും ഇട്ട് അത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കുക. എന്നാലേ നമ്മളെ പ്രോൺസിലെ ഫ്ലേവേഴ്സൊക്കെ ഇറങ്ങി വരുള്ളൂ. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മസാല റെഡിയായി. ഇനി നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാകും. ചൂടായ പാത്രത്തിൽ ഗീയും ഓയിലും ഒഴിച്ച് പട്ട, ഏലക്ക, ഗ്രാമ്പ്, കരിവേപ്പില ഇട്ടതിന് ശേഷം വെള്ളം 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള അളവിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെള്ളം ചൂടായതിന് ശേഷം റൈസ് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ദമ്മിടാം. മസാലൻ്റെ മേലെ ഇതുപോലെ റൈസ് ഇട്ട് കൊടുത്ത് എന്നിട്ട് അതിൻ്റെ മേലിൽ ഉള്ളിയും മല്ലിയിലും ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ലെയർ ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു 3 പ്രാവശ്യമാണ് അത് ഞാൻ റിപ്പീറ്റ് ചെയ്തത്. എന്നിട്ട് ഏറ്റവും ടോപ്പിൽ മല്ലിയിലയും ഉള്ളിയും കൂടാണ്ട് തന്നെ അതിൽ കുറച്ച് ഗീയും കൂടി ഒഴിച്ചിന്, അത് ഓപ്ഷനിലാണ്. അതൊരു അരമണിക്കൂർ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡിയായി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ആൻഡ് ദെൻ ടെൽ മീ, ഡിഡ് ഇറ്റ് ഫീൽ ലൈക്ക് എ വാം ഹഗ്?